ഹായ് ഫ്രണ്ട്സ്, കോമഡി റൊമാൻസ് ഫ്രണ്ട്ഷിപ്പ് ഒക്കെ തന്നെ ദ കോമിക് ബാങ്ക് എന്ന ചൈനീസ് ഡ്രാമയുടെ മലയാള എക്സ്പ്ലനേഷൻ നോക്കിയാലോ. എക്സ്പ്ലനേഷന് പോകുന്നതിന് മുമ്പേ സോറി, എന്റെ വോയിസ് ഫുൾ പോയിരുന്നോ. കോളേജിൽ ഓണപരിപാടി കഴിഞ്ഞപ്പോഴത്തേക്കും ഏകദേശം പോയതാണ്. അത് കഴിഞ്ഞ വീഡിയോയിലെ എക്സ്പ്ലനേഷനിലും വോയിസ് വേരിയേഷൻ നമുക്ക് മനസ്സിലാവുമായിരിക്കും. പിന്നെ ഓണം കൂടെ അങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് തൊണ്ടയുടെ കാര്യത്തിൽ തീരുമാനമായി. മൊത്തത്തിൽ അങ്ങ് പനി പിടിച്ചെന്നേ. അതാ കേട്ടോ വീഡിയോസ് ഒക്കെ ലൈറ്റ് ആയത്. എന്റെ ഈ വീഡിയോയ്ക്ക് വേണ്ടി കുറച്ച് പേരെങ്കിലും വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് അറിയുമ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷമാവുന്നുണ്ട്. അപ്പൊ നേരെ നമുക്ക് എക്സ്പ്ലനേഷനിലോട്ട് പോവാം. ഈ എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ സൈക്കോപാത്ത് ക്യുൻഹിയുടെ മുന്നിൽ നിൽക്കുന്ന നമ്മളെ ഹീറോയും സോനുമാണ് കാണിക്കുന്നത്. ആരാടാ ഇവള്? ഞാൻ ഈയുടെ ബ്ലാക്കനിങ് അസിസ്റ്റന്റാ. എന്തോന്ന് ബ്ലാക്കനിങ് അസിസ്റ്റന്റോ? ഈ സ്കൂളിൽ പഠിക്കുന്ന കൊച്ചുകുട്ടിയാണോ നിന്റെ ബ്ലാക്കനിങ് അസിസ്റ്റന്റ്? എന്തായാലും കൊള്ളാന്ന് പറഞ്ഞാൽ നമ്മൾ സുവാനെ ആ ക്യൂനി ഇൻസൾട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ നിന്നെ കളിയാക്കിയിരുന്നെങ്കിൽ പോട്ടെന്ന് നിൽക്കായിരുന്നു. ഇപ്പൊ നിന്നെയല്ലേ കളിയാക്കിയിരുന്നെന്നും പറഞ്ഞാൽ നമ്മുടെ ഹീറോയ്ക്ക് നല്ല ടെൻഷൻ ആവുന്നുണ്ട്. ഇപ്പൊ എന്തൊക്കെയാലും ആ ക്യൂനിയോട് തിരിച്ചു പറഞ്ഞാൽ അവൻ ഈ കോമിക്ക് വരെ നിർത്തുമെന്ന് നമ്മളെ ഈക്ക് അറിയാവുന്നതുകൊണ്ട് അവൻ മിണ്ടാതിരിക്കുന്നുണ്ട്. നിന്റെ കോമിക്ക് ഇപ്പൊ ഭയങ്കര ബോറായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന, അതിന് ഇൻട്രസ്റ്റിംഗ് ആക്കാൻ ചില ചേഞ്ചസ് ഒക്കെ വേണം. ഫോർ എക്സാമ്പിൾ, വലിയ സോംബീസ് വരുന്ന കണക്കോ വേൾഡ് വാർ നടക്കുന്ന കണക്കോ, അതുപോലെ നീ ഏലിനെ കൊണ്ടുവന്ന് ഇൻട്രസ്റ്റിംഗ് ആക്ക്. മതി നിർത്തി, നീ അങ്ങോട്ടേ പറഞ്ഞു പോന്നാ. നീ ഒരു എഡിറ്റർ അല്ലേ, ആർട്ടിസ്റ്റ് ആയി ഇവന് നീ സ്പേസ് കൊടുക്കണ്ടേ? എല്ലാം നിന്റെ ഇഷ്ടത്തിന് തീരുമാനിച്ചാൽ മതിയോ? ഈ ഒരു മനുഷ്യനാണോ? നിനക്ക് മനുഷ്യത്വമുണ്ടെന്ന് പറഞ്ഞാൽ നമ്മളെ സുവാക്യൂനിക്ക് വയറ് നിറച്ച് കൊടുക്കുന്നുണ്ട്. നമ്മളെ ഹീറോയ്ക്ക് ആണെങ്കിലും ഭയങ്കരമായിട്ട് പ്രൗഡ് ആവുന്നുണ്ട്. ഇവൾ ഇങ്ങനെ സംസാരിക്കുമെന്ന് അവൻ പോലും വിചാരിച്ചില്ല. അപ്പോഴത്തേക്ക് ക്യുനിഹി ആണെങ്കിൽ നമ്മളെ ഹീറോയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ആ വീഡിയോ എടുത്ത് അവിടെ പ്ലേ ചെയ്യുന്നുണ്ട്. കണ്ടോ, നിന്റെ വീഡിയോ മോശമെന്ന് പറഞ്ഞ ഈ ഒരു വീഡിയോ ഇട്ടപ്പോൾ എത്ര പേരെ ലൈക്ക് ചെയ്തിരിക്കുന്നത്. സോ നിന്റെ കോമിക്കിന് ഒരു ചേഞ്ച് വന്നേ പറ്റത്തുള്ളൂ. ദൈവമേ, ഈ വീഡിയോ ഇവിടം വരെ എത്തിയോ എന്ന് ഓർത്ത് നമ്മളെ ഹീറോയിനെ നല്ല കുറ്റബോധം കാണാൻ അവിടെ ഇരിക്കാൻ പറ്റുന്നുണ്ട്. അവിടെ നൈസായിട്ട് അവിടുന്ന് എനിക്ക് തലവേദന എടുക്കണമെന്ന് പറഞ്ഞ് പുറത്തു പോകുന്നുണ്ട്. കണ്ടോ, ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ നിന്റെ കോമിക്കിന്റെ അവസ്ഥ നിന്റെ അസിസ്റ്റന്റിന് വരെ മനസ്സിലായി എന്ന് പറഞ്ഞാൽ നമ്മളെ ക്യുനിഹി ഈയെ കളിയാക്കുന്നുണ്ട്. ദൈവമേ, ഈ വീഡിയോ ഇവിടം വരെ എത്തുമെന്ന് ഞാൻ വിചാരിച്ചില്ലല്ലോ. എന്തൊക്കെയാണ് ഇത് ഡിലീറ്റ് ചെയ്യണമെന്ന് നമ്മൾ ഒരു തീരുമാനം എടുക്കുന്നുണ്ട്. അങ്ങനെ അവൾ വാഷ്റൂമിന് പുറത്തിറങ്ങുമ്പോൾ നമ്മളെ ഈ ആണെങ്കിൽ അവളെ വെയിറ്റ് ചെയ്ത് അവിടെ ഇപ്പോണ്ട്. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, നമുക്ക് ഹോസ്പിറ്റലിൽ പോയാലോ, നിനക്ക് എന്തെങ്കിലും പറ്റിക്കാണോ എന്ന് പറഞ്ഞാൽ അവരോട് ഞാൻ ഒന്നും സംസാരിക്കാതെ ഇറങ്ങി വന്ന. എന്തൊക്കെയാലും ബാ, ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മള് സോനെ കൊണ്ട് ഈ അവിടുന്ന് പോകുന്നുണ്ട്. നൈറ്റ് ഫുള്ള് ഗിൽറ്റിയാണ്. നമ്മൾ സോന ഉറക്കം പോലും വരുന്നില്ല. ഹീറോയ്ക്ക് അവള് കാരണം വലിയൊരു പണിയാണല്ലോ കിട്ടിയിരിക്കുന്നത്. എന്തൊക്കെയാലും സത്യമല്ല, ഇന്ന് തന്നെ ഹീറോയോട് പറയണമെന്ന് പറയാം. നമ്മളെ സോ ആണെങ്കിൽ ഹീറോയ്ക്ക് കോൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഹീറോ കോൾ എടുത്തിട്ട് ഞാൻ ഇപ്പൊ അങ്ങോട്ട് നിന്നെ വിളിക്കണമെന്ന് വിചാരിച്ചോളൂ. ഈ വീഡിയോയിൽ ഈ പെങ്കൊച്ച് പറയുന്നില്ല ശരിയാ, എന്റെ കോമിക്കിൽ എന്തൊക്കെയായാലും ഒരു ചേഞ്ച് കൊണ്ടുവന്നേ പറ്റത്തോളം പറയാം. നമ്മൾ ഹീറോ കോൾ കട്ട് ചെയ്യുന്നുണ്ട്. പാവൻ ഒരുപാട് ഹെട്ടായി കാണും. നാളെ എന്തൊക്കെയാണ് സത്യം പറയണമെന്ന് സോ തീരുമാനിക്കുന്നുണ്ട്. അച്ഛനില്ല നമ്മൾ സുഖമാണെങ്കിൽ ഈയോടെ എല്ലാ സത്യം പറയണമെന്ന് പറഞ്ഞാൽ അവനെ കാണാൻ വന്നേക്കാം. അവനാണെങ്കിലോ റൗഡി ചെക്കന്മാരുടെ പോലെ നടക്കണമെന്നും പറഞ്ഞ് വേറൊരു രീതിയിൽ കോസ്റ്റ്യൂം ഇട്ടേക്കുക. അവൻ ഇട്ടത് പോരാതെ നമ്മൾ ജെയിംസിനെ കൊണ്ട് അതെനിക്ക് ഡ്രസ്സ് ആയിട്ടേക്കുന്നത്. എനിക്ക് നിന്നൊരു കാര്യം പറയാനുണ്ട്. മറ്റേ നിർത്ത്. എന്നാ മോളെ, ഒരു റൗഡിയായി എന്നോട് എങ്ങനെ സംസാരിക്കണമെന്ന് എനിക്ക് അറിയത്തില്ലെന്നും പറഞ്ഞ് രണ്ടെണ്ണവും കൂടെ തിരിഞ്ഞു നടക്കുന്നുണ്ട്. എന്തോ പറ്റിയെന്ന് അറിയത്തില്ല. സ്വിച്ച് ഇട്ട് എനിക്ക് തിരിച്ചു വന്നിട്ടും എങ്ങനെയുണ്ട് സോ ഞങ്ങൾ ആക്ടിങ്? എന്താണ് രണ്ടിനും പറ്റിയത്? രണ്ടിനും കിളിയടിച്ച് പോയോ? അതൊന്നുമില്ല സോ. അത് പെങ്കുച്ച് പറഞ്ഞ ശരിയാ, നമ്മളെ കോമിക്ക് ഇപ്പൊ ഭയങ്കര ബോറിംഗ് ആയിട്ട് പോയിരിക്കുന്നത്. അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറെ കൊണ്ടുവരാന്ന് വിചാരിച്ചാൽ ഒരു ബാഡ് ബോയ്. പക്ഷേ ബാഡ് ബോയ് എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ലല്ലോ. അത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇങ്ങനെ കോസ്റ്റ്യൂം ഇട്ടേക്കണം. ഞാനിന്ന് കുളിച്ച പോലും ഇല്ലെന്ന് നമ്മുടെ ജെയിംസ് പറയുമ്പോൾ ഞാനിന്ന് പല്ലിച്ച പോലും ഇല്ലെന്ന് നമ്മുടെ ഹീറോ അറിയുന്നുണ്ട്. രണ്ടുപേരും ഒന്ന് നിർത്തോ, LKG പിള്ളേർ പോലെ. ഓ അങ്ങനെയോ, എല്ലാം നമുക്കിന്ന് ക്ലാസ് കിട്ടിയാന്നും പറഞ്ഞ് രണ്ടെണ്ണം കൂടെ അവിടെ കിടന്ന് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ട്. പാവ ഹീറോയിൻ രണ്ടിന്റെ മുന്നിൽ കിളി പോയാൽ നിൽക്കുന്നത്. ഞാൻ ഇതുവരെ എന്റെ ലൈഫിൽ ബാഡ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്തിട്ടില്ല. ബാഡ് ബോയ്സ് എങ്ങനെ ബിഹേവ് ചെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തോട്ടെ. നീ അല്ലേ പറഞ്ഞിട്ടുള്ളത് നമ്മളൊരു കാര്യം എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ അത് എഴുതാവൂന്ന്. നീ റിയൽ ലൈഫിൽ അങ്ങനത്തെ ക്യാരക്ടേഴ്സിനെ കാണണമെന്നും പറഞ്ഞ് നമ്മൾ സോ ആണെങ്കിൽ ഈയും കൊണ്ടൊരു പഴയ ഗെയിമിംഗ് സെന്ററിലോട്ട് പോകുന്നുണ്ട്. അവിടെ ആണെങ്കിൽ മൊത്തവും ഭയങ്കര ജിമ്മന്മാരൊക്കെ ആട്ടോ. അത് കണ്ടത് നമ്മൾ ഹീറോയുടെ മുട്ടടിക്കാൻ തുടങ്ങി. അപ്പൊ സോ ആണെങ്കിൽ ഒരു ചെറുക്കനെ കാണിച്ചിട്ട് ആ ചെറുക്കൻ കറക്റ്റ് ആയിരിക്കും, നമുക്ക് അവനോട് പോയി സംസാരിക്കാന്ന് പറയുമ്പോൾ യോ വേണ്ട വേണ്ട, അവന്റെ മസിൽ കാണുമ്പോൾ തന്നെ എനിക്ക് പേടിയാവാം. നമുക്ക് ആ ചെക്കനോട് സംസാരിക്കാൻ. എടാ അത് ചെക്കനല്ലടാ, അത് അപ്പൂപ്പനാ. ആ അപ്പൂപ്പനെ കൊണ്ടൊന്നും നടക്കത്തില്ല. ഈ കാലത്ത് വയസ്സന്മാരൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. നീ അയാളെ നോക്കിയാൽ അയാൾ കണ്ടിട്ട് അയാളൊരു പാവമായിട്ട് തോന്നുക. നീ പോയി സംസാരിക്കുന്ന മനെ നമ്മൾ സോ ആണെങ്കിൽ ഈ പറഞ്ഞു വിടുന്നുണ്ട്. ആക്ച്വലി ഈ ആണെങ്കിൽ നേരെ പോയി സംസാരിക്കുന്നതിന് പകരം അയാളുടെ തലക്കിട്ടൊരു കൊട്ടു കൊടുക്കുന്നുണ്ട്. ഏതാടാ നീ? നിനക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ എന്റെ തലയിൽ തട്ടും? ഞാൻ ആരാന്ന് നിനക്കറിയാം? ആക്ച്വലി അയാൾ ഒരു ഗാങ്സ്റ്റർ ആണ്. അയാളെ തലയില നമ്മൾ ഹീറോ പോയി തട്ടിയേക്കുന്നത്. ആ ബെസ്റ്റ് ജീവനോടെ വന്നാൽ മതിയായിരുന്നു. അപ്പത്തേക്ക് അയാളുടെ രണ്ട് ബോഡി ഗാർഡ്സ് ഓടി വന്നിട്ട് ഡാ, നീ ഞങ്ങളെ ബോസിനെ തലയിൽ തട്ടിയോ? നിനക്ക് അത്രയ്ക്ക് ധൈര്യോ? ഹീറോയിനും നല്ല പേടിയുന്നുണ്ട്. അടുത്ത സീനിൽ നമ്മളെ ഹീറോ ആണെങ്കിൽ അവന്മാരുടെ കൂടെ ഇരുന്ന് ഗെയിം കളിക്കാണ്. ഗെയിമിലാണെങ്കിൽ അവന്മാരാ ജയിക്കുന്നത്. നമ്മുടെ ഹീറോ ആണെങ്കിൽ പയ്യാണ് ഒട്ടിക്കുന്നത്. ഞാനും ജയിച്ചെന്ന് പറയുമ്പോഴത്തേക്ക് എടാ, ഞങ്ങൾ ഇവിടെ ജയിച്ചിട്ട് 1 മണിക്കൂർ കൂടുതലായി. അവൻ ജയിച്ചെന്ന് പോലും ഞങ്ങളെ ഈ ഗെയിം വിൻ ചെയ്ത. അതെങ്ങനെ ശരിയാവും? നിങ്ങൾ ട്രാഫിക് റൂൾസ് പാലിച്ചതുമില്ല, ഓവർ സ്പീഡും ആയിരുന്നു. ഉറപ്പായിട്ട് നിങ്ങൾക്ക് പറ്റിയിടും. അപ്പൊ നിങ്ങൾ തന്നെ ഈ ഗെയിമിൽ തോക്കുന്ന എന്ന് നമ്മൾ ഹീറോ പറയുമ്പോൾ നമ്മളെ ഹീറോയിനാണെങ്കിലും ആഹാ ഇവൻ വിചാരിച്ചിറങ്ങല്ലോ, ഇവന് ഭയങ്കര ബുദ്ധിയുണ്ടെന്ന് പറഞ്ഞാൽ നമ്മളെ ഹീറോയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ശരിയാ ബോസ്, അവനും ഈ ഗെയിമിൽ ജയിച്ച. നമ്മളും ട്രാഫിക് റൂൾസ് ഒബേ ചെയ്തില്ലല്ലോ. പൊട്ടന്മാര് അവനോ ലോജിക്കില്ലാതെ സംസാരിക്കുന്നത്. നിങ്ങളും കൂടെ അങ്ങനെ ആവാതെ നിങ്ങൾക്ക് തീറ്റിപ്പറ്റുന്ന എന്നെ പറഞ്ഞാൽ മതി. പോയി അവനെ പിടിക്കുന്നു പറഞ്ഞ് ആ ഗ്യാങ്സ്റ്റർ അവിടെ കിടന്ന് ബഹളം വെക്കുന്നുണ്ട്. ഇവന്മാരുടെ കയ്യിൽ എങ്ങനെയെങ്കിലും എസ്കേപ്പ് ആവണമെന്നും പറഞ്ഞാൽ നമ്മുടെ ഹീറോയിനാണ് ഇംഗ്ലീഷ് സംസാരിക്കാൻ തുടങ്ങി. ഹായ് ബ്രോ എന്നൊക്കെ പറഞ്ഞാണ്. അപ്പൊ അതിലൊരു ബോഡി ഗാർഡാണെങ്കിൽ ബോസ് ഇവർ ഫോറിനേഴ്സ് ആണോ തോന്നുന്നത്, വഴുതെറ്റി ഇങ്ങോട്ട് വന്നതായിരിക്കും. പാവങ്ങൾ വെറുതെ വിട്ടേക്കാം. എടാ പൊട്ടന്മാരെ, ഇവരെ ഏത് രീതിക്ക് നിനക്കൊക്കെ ഫോറിനേഴ്സ് ആയി തോന്നുന്ന? ഇവര് നമ്മളെ പറ്റിക്കാൻ നോക്കാന്ന് പറഞ്ഞ് പിടിക്കണമെന്ന് പറഞ്ഞ് പുറകിട്ട് ഓടിക്കുന്നുണ്ട്. അവിടുന്ന് എസ്കേപ്പ് ആയിട്ട് ആദ്യം പോയി വിളിക്കുന്നത് ഒരു റൂമിനകത്താണ്. നമ്മൾ സോ ആണെങ്കിൽ അതിന്റെ ഡോർ അടയ്ക്കുന്നവർ ഈയുടെ കൈ ആ ഡോറിനിടയിൽ പെടുന്നുണ്ട്. അവന് നന്നായിട്ട് വേദന എടുക്കുന്നുണ്ട്. രണ്ടാമതാണെങ്കിൽ ഒരു ടെഡിബേന്റെ അകത്ത് രണ്ടും കൂടെ വിളിക്കുന്ന
ചേടാ രണ്ടെണ്ണം ഇത്ര പെട്ടെന്ന് ഇതങ്ങോട്ട് പോയി, ഇത്ര നേരം മുന്നിലുണ്ടായിരുന്നല്ലോ. മതി ഇവർക്ക് വേണ്ടി ടൈം വേസ്റ്റ് ചെയ്താ. ബാ നമുക്ക് പോയി ഗെയിം കളിക്കാന്ന് പറഞ്ഞാൽ അവന്മാർ മൂന്നെണ്ണോ അവിടുന്ന് പോകുന്നുണ്ട്. ഐ എം റിയലി സോറി, ഞാൻ കാരണമല്ലേ നിന്റെ കൈക്ക് പരിക്ക് പറ്റിയത്. നിനക്ക് റൈറ്റ് ഹാൻഡ് അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് അല്ലേ? അത് സാരമില്ല സോ, അതിലും കാട്ടി ഇമ്പോർട്ടന്റ് ആയിട്ട് കാര്യം ഞാൻ സേവ് ചെയ്തിട്ടുണ്ട്. അവൻ ഇപ്പൊ തന്നെ കുറിച്ചായിരിക്കും പറയുന്നതെന്നാ നമ്മളെ സുഖ വിചാരിക്കുന്നത്. ആക്ച്വലി നമ്മൾ ഈ ആണെങ്കിൽ അവന്റെ ബാഗ് കൊടുത്തിട്ട് അവൻ വരച്ച ഡ്രാഫ്റ്റ് എടുത്തിട്ട് ബാഗ് ഈ ഡ്രാഫ്റ്റിനൊന്നും പറ്റില്ല, നാളെ ആ എഡിറ്ററിന് മുന്നേ ഇത് സബ്മിറ്റ് ചെയ്യാനുള്ളതാ. പാവം അവൻ, ഞാൻ കാരണം ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. അവന്റെ റൈറ്റ് ഹാൻഡും പരിക്ക് പറ്റി. ആ വീഡിയോ ആണെങ്കിൽ ഇപ്പോൾ വൈറലുമായി. എങ്ങനെയെങ്കിലും അവനെ ഹെൽപ്പ് ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് ചിന്തിച്ചിക്കാൻ വേണം നമ്മൾ സുഖന് പുതിയൊരു ഐഡിയ കത്തുന്നത്. ആ വീഡിയോയിലെ പെങ്കുച്ചു പറഞ്ഞില്ലേ നമ്മളെ കോമിക്സിലെ ക്യാരക്ടേഴ്സ് ഒന്നും ഫോൺ യൂസ് ചെയ്യുന്നില്ല, ഒരു മനുഷ്യനെ കൊണ്ട് ഫോൺ യൂസ് ചെയ്യാതെ എങ്ങനെ ജീവിക്കാൻ പറ്റുമെന്ന്. എൻ്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്. നമുക്ക് ഒന്ന് പ്രൂവ് ചെയ്ത് കാണിച്ചാലോ മനുഷ്യനെ കൊണ്ട് ഫോൺ യൂസ് ചെയ്യാതിരിക്കാൻ പറ്റുമെന്ന്. നാളെ നമുക്ക് ഫുൾ ഡേ ഫോൺ യൂസ് ചെയ്യാതിരിക്കാം. ജെയിംസും ഈയും നമ്മളെ സുഖന്റെ ഐഡിയ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നാളെ നീ എന്നെ കോൾ ചെയ്യാനോ ടെസ്റ്റ് ചെയ്യാനോ പാടില്ല. നാളെ നോട്ട് ഫോൺ ചാലഞ്ച് ആണ്. ജയ്ക്ക് നമ്മളെ സുഖോ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. നാളെ നമ്മളൊരു സിനിമയ്ക്ക് വന്ന് ഞാൻ കോളേജിനടുത്തുള്ള മളി വരും. പിന്നെ നീ ഫോൺ കൊണ്ടുവരാൻ പാടില്ല. നാളെ നോൺ ഫോൺ ചാലഞ്ച് ആണെന്ന് പറഞ്ഞാൽ നമ്മൾ ഫിലിക്സിന്റെ അടുത്ത് പറയുന്നുണ്ട്. പിറ്റേ ദിവസം ആണെങ്കിൽ എല്ലാവരും പരസ്പരം കണ്ടുപിടിക്കാൻ നല്ല പാട് വരുന്നുണ്ട്. നമ്മൾ ഹീറോയിനെ പമ്പ ഫിലിക്സ് ആണെങ്കിൽ ജയെ തപ്പിക്കൊണ്ടിരിക്കുക. പെട്ടെന്നാണെങ്കിൽ മൈക്കിൽ കൂടെ ഒരു അനൗൺസ്മെന്റ്. എടാ മാങ്ങാണ്ടിത്തലേം ഫിലിക്സ് നിന്നോളാം, ഞാൻ ഈ ടോ ഷോപ്പിനെ ഫ്രണ്ടിൽ നിൽക്കുന്നത്. പെട്ടെന്ന് ഇങ്ങോട്ട് വന്നേ. നമ്മളെ ഫിലിക്സ് ആണെങ്കിൽ നേരെ ഓടി ജയ എടുത്ത് തന്നിട്ട് എടി നിനക്കെന്താ വരട്ടാണോ, ഞാനൊന്ന് കളഞ്ഞു പോയി കൊച്ചുകുട്ടിയോ ഇങ്ങനെ മൈക്കിൽ കൂടെ അനൗൺസ് ചെയ്യാൻ. അങ്ങനെ രണ്ടെണ്ണം കൂടെ ഒരു സിനിമയ്ക്ക് കയറുന്നുണ്ട്. നമ്മളെ ജയാണെങ്കിൽ കൈയും കാലും വെച്ച് അടങ്ങിയിരിക്കാതെ ഫിലിക്സിന്റെ ദേഹത്തിട്ട് അവനെ ഡിസ്റ്റർബ് ചെയ്തോണ്ടിരിക്കുക. അവനാണെങ്കിൽ ഇറിറ്റേഷൻ വന്നിട്ട് പോയാ. അവള് ലാസ്റ്റ് അവന്റെ മടി തന്നെ കിടന്ന് ഉറങ്ങി പോകുന്നുണ്ട്. അവൾ എനിക്ക് എന്റെ മടി കിടക്കുന്നുണ്ട് ഷൈ ആവുമായിരിക്കും, അവൾക്ക് എംബാരസിംഗ് ആയി ഫീൽ ചെയ്യായിരിക്കും പാവം എന്നും പറഞ്ഞ് നമ്മുടെ ജെയിംസ് ഇരിക്കുമ്പോഴാണ് ജസ്റ്റ് കണ്ണു തുറന്നിട്ട് കാഷ്വലായി തന്നെ അവന്റെ മടി കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഷേ, ഒരു മിനിറ്റ് കഴിഞ്ഞാൽ ഇവർ പെണ്ണായിട്ട് എഴുതി എന്റെ വഴിയിലെ തെറ്റ്. ഇവർ ഒരിക്കലും മാറില്ല. ഈ മൂവി നന്നായിരുന്നല്ലേ, നമുക്ക് നാളെ ഈ മൂവിക്ക് വരാം. മതി നിർത്തുജെ, നിന്റെ ശല്യം എനിക്ക് സഹിക്കാൻ വയ്യ. നീ എന്നെ ഒരുപാട് ടോർച്ചർ ചെയ്യുന്നുണ്ട്. പ്ലീസ് ഇനി എന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നു. എനിക്ക് നിന്റെ ഫേസ് കാണുമ്പോൾ പറഞ്ഞ് നമ്മൾ ഫിലിക്സ് ആവുന്നു പോകുന്നുണ്ട്. അതേസമയം ഇതുവരെ നമ്മൾ ഹീറോ സുവനെ കണ്ടുപിടിച്ചിട്ടില്ല എത്ര നേരമായിട്ട്. അപ്പോഴത്തേക്ക് ഒരാൾ വന്നിട്ട് എന്താ മണി നീ കുറെ നേരമായിട്ട് ആരെയും തപ്പുന്ന, അതെന്റെ ഫ്രണ്ടിനെ തപ്പിക്കൊണ്ടിരിക്കുക. എന്നാ നീ അവളെ ഒന്ന് ഫോൺ വിടും. ഇല്ല എന്റെ ഫോണില്ല, അവളുടെ കയ്യിൽ ഫോണില്ല. ഓ ആണോ, നിനക്ക് ഫോൺ വേണോ? ഇത് കണ്ടോ, ഇത് പുതിയ മോഡലാ, അങ്ങോട്ട് ലോഞ്ച് ആയിട്ടുള്ളൂ, നിനക്ക് ഈ ഫോൺ വേണം. ആ വേണമെന്ന് പറഞ്ഞ ഒരു താങ്ക്സ് പറഞ്ഞാൽ നമ്മൾ ഹീറോ ആ ഫോൺ മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. എടാ അവിടെ നിന്നെ നീ ഫോൺ എന്തോ അടിച്ചു പറ്റിക്കൊണ്ട് വന്നു. അല്ല നിങ്ങളെ പറഞ്ഞ ഈ ഫോൺ വേണോന്ന്. അപ്പോഴത്തേക്ക് അങ്ങോട്ടേക്ക് പോലീസ് ഓടി വരുന്നുണ്ട്. എന്താ പ്രശ്നം? ഇവനാണെങ്കിൽ എന്റെ ഫോൺ അടിച്ചു മാറ്റാൻ നോക്കുന്നത്. എന്തോന്നാ അടിച്ചു മാറ്റുന്നോ? നിങ്ങളല്ലേ ഫോൺ വേണമെന്ന് ചോദിച്ചാൽ അതുകൊണ്ട് തന്നെ എടുത്തോണ്ട് പോയാൽ. ഞാനെന്തോ ഇവിടെ ഫ്രീ ആയിട്ട് ഫോൺ വിൽക്കുമെന്ന് വിചാരിച്ചോ? ഇത് ഞാൻ ബ്ലാക്കിന് എടുത്തോണ്ട് വന്ന് വിൽക്കുന്ന ഫോൺസാ. ആക്ച്വലി അയാൾ ഇല്ലീഗലായിട്ട് ഫോൺ വിറ്റുകൊണ്ടിരുന്നായിരുന്നു. പോലീസുകാരാണെങ്കിൽ താങ്ക് യു മോനെ, നിന്നെ കാരണം ഇവനെ പിടിക്കാൻ പറ്റിയത്. ഇവനെ കുറെ നാളായിട്ട് തപ്പിക്കൊണ്ട് നടന്നയാ. നിന്നെ പോലെയുള്ള കുറച്ച് ആൾക്കാർ വഴി നമ്മുടെ സമൂഹം നന്നാവാനെന്നും പറഞ്ഞ് നമ്മൾ ഹീറോ ഒന്നും ചെയ്യാതെ കുറെ ക്രെഡിറ്റ് വാങ്ങിക്കൂട്ടുന്നുണ്ട്. ഇവിടാണെങ്കിൽ നമ്മൾ ഹീറോയെ തപ്പി അയ്യോ അമ്മയെ വിശക്കുന്നെന്നും പറഞ്ഞ് ഒരു കേക്ക് ഷോപ്പിൽ കയറുമ്പോൾ അവിടെ നമ്മളെ ഹീറോ നിൽപ്പുണ്ട്. എനിക്കറിയാനോ നിനക്ക് കേക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഈ കേക്ക് വാങ്ങി നിന്നെ ഇവിടെ വെയിറ്റ് ചെയ്തിരുന്നത്. ആഹാ, അവൻ എനിക്ക് വേണ്ടി കേക്കൊക്കെ വാങ്ങി പറഞ്ഞാൽ അവൾ ഹാപ്പി ആയിരിക്കുമ്പോഴാണ് അവന് വാങ്ങി കേക്ക് കാണിക്കുന്നത്. അവൾക്ക് വാങ്ങിയ കേക്ക് ഒരു എലിക്കുഞ്ഞിന്റെ അത്രേ ഉള്ളൂ, പക്ഷെ അവന് വാങ്ങിയത് അത്യാവശ്യം വലിയ കേക്കാം. അത് കണ്ടപ്പോഴേ നമ്മുടെ സുഖന്റെ എക്സ്പ്രഷൻ മാറുന്നുണ്ട്. മൊത്തത്തിൽ 700 രൂപയായി. അയ്യോ എന്റെ കാശില്ല, നിന്റെ കാശിനോ സോ? എന്റെ കയ്യിലും ഇല്ലല്ലോ. സാരമില്ല സാർ, ഞങ്ങൾ ഇവിടെ ഓൺലൈൻ പേയ്മെന്റ്സ് സ്വീകരിക്കുന്നതാണ്. പക്ഷേ ഓൺലൈൻ പേയ്മെന്റ് ചെയ്യാൻ ഞങ്ങളെ ഫോണില്ല. ക്യാഷിന് പകരം ഈ ഓട്ടോഗ്രാഫ് മതിയോ? ഞാനൊരു ഫേമസ് ആയിട്ടുള്ള കോമിക് ആർട്ടിസ്റ്റാ, പകരമായിട്ട്. സാർ ഞങ്ങളായിട്ട് നിങ്ങളെ പിടിച്ച് പുറത്താക്കുന്നോ അതോ നിങ്ങളായിട്ട് പോവോ? പ്ലീസ് ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ അവര് രണ്ടുപേരെ അവിടുന്ന് കഴുത്തിന് പിടിച്ച് പുറത്താക്കുന്നുണ്ട്. അയ്യോ എനിക്ക് വിശക്കുന്നെന്ന് നമ്മൾ സോ പറയുമ്പോൾ സോറി സോ, നിനക്കൊരു ഫുഡ് പോലും വാങ്ങിത്തരാൻ എന്നെ കൊണ്ട് പറ്റില്ല, നമ്മൾ ഈ ചാലഞ്ച് തോറ്റു. നീ വിഷമിക്കാതെ, എന്റെ ഈ സൂപ്പർ മാർക്കറ്റിന്റെ ഒരു കാർഡ് ഇട്ടുണ്ട്, നമുക്ക് അവിടെ പോയി ഫുഡ് വാങ്ങാന്ന് പറഞ്ഞാൽ രണ്ടുപേരും കൂടെ സൂപ്പർ മാർക്കറ്റിൽ പോകുന്നുണ്ട്. അവിടെ ചെന്നപ്പോൾ മേഡം നിങ്ങളുടെ ഫോണിലോട്ട് ഒരു OTP വരും, അത് പറഞ്ഞുതരാമോ? അയ്യോ എന്താടാ ഇത്, ഫോൺ ഇല്ലാതെ ഒരാൾക്ക് പോലും ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം അവിടുന്ന് പുറത്തിറങ്ങുന്നുണ്ട്. സോറി സോ, ഞാൻ കാരണമല്ലേ ഇന്ന് നീ ഫുൾ പട്ടിണിയിരുന്ന. അത് സാരമില്ല, ഈ ഒരു ദിവസമെങ്കിലും ഫോൺ ഇല്ലാതെ സർവൈവ് ചെയ്യാൻ പറ്റില്ല. അത് മാത്രമല്ല നീയായിട്ട് കുറെ ടൈം സ്പെൻഡ് ചെയ്യാനും പറ്റി, ഒരുപാട് സംസാരിക്കാനും പറ്റി. ഏകദേശം നമ്മളുടെ പ്ലാൻ സക്സസ് ആയ കണക്ക് തന്നെ. ശരിയാ, ഇന്ന് ഒരുപാട് നിന്നോട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റി, ഞാൻ ഒരുപാട് ഹാപ്പിയാന്ന് അവൻ പറയുമ്പോൾ നമ്മൾ ഹീറോയിന് ബട്ടർഫ്ലൈസ് പറക്കുന്നുണ്ട്. അല്ല നമ്മളിന്ന് വന്നില്ല. അയ്യോ ജെയിംസ് എവിടെ പോയെന്നും പറഞ്ഞാൽ രണ്ടെണ്ണം കൂടെ ജെയിംസിനെ തപ്പി ഇറക്കുന്നുണ്ട്. ആക്ച്വലി നമ്മൾ ജെയിംസിനാണെങ്കിൽ പോലീസുകാർ പിടിച്ചോണ്ട് പോയിക്കാം. അവനാണെങ്കിൽ ആ ഇല്ലീഗലായിട്ട് ഫോൺ വെക്കുന്ന ആളുടെ ഫോൺ വാങ്ങാൻ നോക്കിയതാ. അവനും അയാളുടെ കൂടെ ഉള്ളതെന്ന് പറഞ്ഞാൽ പോലീസ് പിടിച്ചു വെച്ചേക്കുന്നത്. സോ ഈ കൂടെ എങ്ങനെയൊക്കെയോ നമ്മളെ ജെയിംസിനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തിറക്കുന്നുണ്ട്. ആ പെങ്കോച്ച് ആ വീഡിയോ പറയുന്ന എല്ലാം ശരിയാ, എന്റെ കോമിക്കിൽ ലോജിക് എന്ന് പറയുന്ന ഒരു കാര്യമേ ഇല്ല. ഈ കാലത്ത് ഫോണില്ലാത്ത മനുഷ്യൻ എങ്ങനെ സർവൈവ് ചെയ്യാന് എന്നും പറഞ്ഞ് നമ്മളെ ഈ അവനെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഇത് കേട്ടത് നമ്മളെ സോന് കുറ്റബോധം കാരണം ഇരിക്കാൻ വയ്യാതെ അവൾ ആ സത്യം വെളിപ്പെടുത്തി. ഞാനാണ് ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഇത് കേട്ടത് നമ്മളെ ജെയിംസും ഈയും നല്ല ഷോക്ക് ആവുന്നുണ്ട്. ജെയിംസ് ആണെങ്കിൽ സുശീലോ എന്തോ വരുന്നേ, എന്നെ ആരോ വിളിച്ചു എന്ന് പറഞ്ഞാൽ ആ അടുത്ത സ്റ്റോപ്പിൽ തന്നെ നൈസായിട്ട് എസ്കേപ്പ് ആവുന്നുണ്ട്. നമ്മളെ ഈ മനസ്സിലാക്കി കഴിഞ്ഞു സൂ ആണ് അവൻ 8ന്റെ പണി കൊടുത്തോണ്ടിരുന്നതെന്ന്. നമ്മളെ ഈയുടെ റിയാക്ഷൻ എന്താന്നൊക്കെ നമുക്ക് അടുത്ത വീഡിയോ കാണാം. പിന്നെ ഫ്രണ്ട്സ്, നമ്മൾ ഈ ചാനലിന്റെ പേരിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ആരെങ്കിലും ഒന്ന് കണ്ടുപിടിക്കും നോക്കട്ടെ. ബൈ ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.